ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഹരിതം TV ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തെക്കുറിച്ചാണ്. കർക്കിടകം രാശിയിലേക്ക് വ്യാഴം സംക്രമിക്കുകയാണ്. അത് 2026 ജൂൺ മാസം 2-ാം തീയതി, കൊല്ലവർഷം 1201 ആണ്ട് ഇടവമാസം 18-ാം തീയതി രാത്രി 1:48 മിഥുനം രാശിയിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴഗ്രഹം തൻ്റെ ഉച്ചരാശിയായ, അതായത് ഏറ്റവും ബലം കൂടിയ രാശിയാണ് വ്യാഴത്തിന് കർക്കിടകം രാശി. അങ്ങനെയുള്ള ആ കർക്കിടകം രാശിയിലേക്കാണ് വരുന്നത്. അത് മിക്കവാറും തന്നെ എല്ലാ രാശിക്കാർക്കും അനുകൂലമാണ്. ഉച്ചരാശിയിൽ നിൽക്കുമ്പോൾ സർവേശ്വരകാരകനാണ്. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ചിങ്ങം രാശിക്കാരെ കുറിച്ചാണ്. ചിങ്ങം രാശിക്കാർക്ക് ഈ വ്യാഴം ഉച്ചരാശിയിൽ വന്നാൽ ഉണ്ടാകുന്ന അഭിവൃദ്ധികളും ഐശ്വര്യങ്ങളും എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിരവധി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ത്രികോണാധിപനായ 5-ാം ഭാവാധിപൻ കൂടിയാണ് ചിങ്ങം രാശിക്കാർക്ക്. ധനുരാശിയുടെ അധിപനാണല്ലോ. അങ്ങനെയുള്ള ആ വ്യാഴം അഷ്ടമഭാവത്തിൻ്റെ അധിപൻ കൂടിയാണ്. 5-8 ഭാവാധിപൻ ആയിരിക്കുന്ന ആ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ചിങ്ങൻ രാശിയുടെ 12-ാം ഭാവമായ കർക്കിടകം രാശിയിൽ ഉച്ചം ചെയ്യുകയാണ്. പൂർണ്ണ ബലവാനായിട്ട് അവിടെ നിന്നുകൊണ്ട് ഒരു പരിധി വരെയൊക്കെ ചിങ്ങം രാശിക്കാരെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. അതായത് 12-ാം ഭാവം എന്ന് പറയുമ്പോൾ അത്ര പൂർണ്ണമായ തൃപ്തികരമായിരിക്കുന്ന ഒരു ഭാവമല്ല ഏതൊരു രാശിക്കാരെ സംബന്ധിക്കുന്നത്. അത് ചിങ്ങൻ രാശിക്കാർക്ക് ബാധകമാണ്. എന്നിരുന്നാലും ഉച്ചരാശിയിലായതുകൊണ്ടും വ്യാഴത്തിൻ്റെ സ്ഥിതി വെച്ചുകൊണ്ട് നോക്കുമ്പോൾ വ്യാഴം എപ്പോഴും എല്ലാ ദോഷങ്ങളെയും അകറ്റുന്നതാണ്. ലക്ഷം ദോഷങ്ങളുണ്ടെങ്കിലും അതൊക്കെ പരിഹരിക്കുന്ന ഒരു ഗ്രഹമാണ് ആ വ്യാഴഗ്രഹം. അത് ശോകം ഭാവം, വ്യഞ്ജപതനം, നിരയം ഭാവം, സ്ഥാനഭ്രംശം, വൈകല്യം, അങ്ങനെയുള്ള ഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അധിക ദുഃഖ ദുരിത നാശ ക്ലേശങ്ങളൊന്നും സൂചകമല്ല. 12-ാം ഭാവത്തിൽ നിന്നുകൊണ്ട് ആ 4-ാം ഭാവമായ ചിങ്ങം രാശിയുടെ 4-ാം ഭാവമായ വൃശ്ചികം രാശിയിലേക്ക് പൂർണ്ണ ദൃഷ്ടിയുള്ളതിനാൽ 4 എന്ന് പറയുമ്പോൾ മാതാസുഹൃത് മാതുല ഭാഗിനേയോ ക്ഷേത്രം സുഖം വാഹനം ആസനം ലാളിത്യമമ്പ ശയനത്യവൃത്തി പാർശ്വാധികം ജന്മഗൃഹം ചതുർത്ഥ, ജനിച്ച വീട് അല്ലെങ്കിൽ സ്വന്തം വീട്, അങ്ങനെയുള്ള കാര്യങ്ങൾ, വാഹനങ്ങൾ, സുഹൃത്ത്, അമ്മാവന്മാർ, അതായത് അമ്മയുടെ സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, അങ്ങനെ ഉള്ള കാര്യങ്ങളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഉത്തമമായ ഒരു ഗൃഹം വന്നു ചേരുന്നതിനോ, ഉള്ള ഗൃഹം പുതുക്കിപ്പണിയുന്നതിനോ, വാഹനം വന്നു ചേരുന്നതിനോ, മാതാപിതാക്കളോടൊക്കെ ഒത്ത് സന്തോഷകരമായ ഐശ്വര്യപൂർണമായ കുടുംബജീവിതം, നല്ല കുടുംബജീവിതം വന്നു ചേരുവാൻ ഒക്കെ യോഗമുണ്ട്. നല്ല വാഹനം വന്നു ചേരുവാൻ യോഗമുണ്ട്. അതായത് ഗൃഹം പുതുക്കിപ്പണിയുക, അതിനൊക്കെയുള്ള ധന ആഗമന യോഗം ഉണ്ടാകാൻ സൂചനയുണ്ട്. മറ്റൊരു പ്രധാന ദൃഷ്ടി വ്യാഴത്തിന് വരുന്നത് 6-ാം ഭാവത്തിലേക്കാണ്. 6 എന്ന് പറയുമ്പോൾ തസ്കരാരാദി വിഘ്നാദി വ്യാധയച്ചതനുഷതി മരണം വാ അരി ശസ്ത്രേണ ചിന്തനീയം ഈ ഷഷ്ടത. അതായത് ശത്രുക്കളുടെ പ്രബലത കുറയും, ശത്രുക്കൾ നിഷ്പ്രഭരാകുക. ഇതുവരെ ഏതെങ്കിലും തരത്തിലൊക്കെയുള്ള ശത്രുക്കളുടെ കുൽസിത ബുദ്ധി മൂലം മനപ്രയാസങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഒക്കെ അതിൽ നിന്ന്, ശത്രുക്കളിൽ നിന്ന് മോചനം നേടുവാൻ ശത്രുക്ഷയം, അതാണ് വ്യാഴത്തിൻ്റെ ആ ശത്രു ഭാവത്തിലേക്കുള്ള ദൃഷ്ടി കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ കടങ്ങൾ വീടുക. യാതൊരു തരത്തിലും ശ്രമിച്ചിട്ട് കടങ്ങൾ വീടുവാൻ സാധിക്കാതെ ഉള്ളവരാണ് എങ്കിൽ കടങ്ങളൊക്കെ വീടുവാനായിട്ട് യോഗമുണ്ട്. നിയമപരമായ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വിട്ടുമാറുവാൻ സൂചനയുണ്ട്.
അതായത് ദീർഘനാളുകളായിട്ട് കോടതി കയറിയും പോലീസ് സ്റ്റേഷൻ കയറിയും പലതരത്തിലും സിവിൽ കേസായാലും ക്രിമിനൽ കേസായാലും ഒക്കെ വിഷമിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ ഒരു വർഷം ഈ ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദം അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് കേസുകളിൽ നിന്നൊക്കെ വിട്ടുപോകുവാൻ സൂചനയുണ്ട്. അതുപോലെ പ്രധാനമായിട്ട് ശോകം, അതുപോലെ തന്നെ ദുഃഖം, സർവപ്രണാശോ വിപദോ അപവാദോ കേതുപ്രദേശവും മരണസ്ഥിതാസ്യ മഠാധികം വേസ്മ ഗതച്ഛന്ന വിന്ദനീയ പുനരഷ്ടമേന എന്ന പ്രമാണപ്രകാരം സർവദുഃഖ ദുരിതനാശ ക്ലേശം അത് ആയുർഭാവം കൂടിയാണ്. സ്ത്രീകളെയൊക്കെ സംബന്ധിക്കുന്നിടത്തോളം ചിങ്ങം രാശിയുടെ അഷ്ടമഭാവം എന്ന് പറയുന്നത് മംഗല്യസ്ഥാനമാണ്. മംഗല്യസ്ഥാനത്തേക്ക് വ്യാഴം പൂർണ്ണമായ ദൃഷ്ടി ചെയ്യുന്നതിനാൽ ഒരു വിവാഹം വന്ന് വാക്കാകുവാനൊക്കെ യോഗമുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണ് അത് കൂടുതൽ പ്രാധാന്യം. അധിക ദുഃഖ ദുരിതനാശങ്ങളൊന്നും സൂചകമല്ല. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. അത് ഈ ഒരു വർഷത്തെ ഫലമാണ്. അതായത് ജൂൺ മാസം 2-ാം തീയതി മുതൽ ഒരു വർഷമാണ് വ്യാഴം ചിങ്ങം രാശിക്കാർക്ക് 12-ാം ഇടമായ കർക്കിടകം രാശിയിൽ നിൽക്കുന്നത്. ആ ഒരു വർഷത്തിനുള്ളിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സാധിക്കും. മറ്റ് ഗ്രഹങ്ങളുടെ ഇഷ്ടഭാവങ്ങളുടെ സ്ഥിതിയും കൂടി വരുമ്പോൾ കൂടുതൽ പല കാര്യങ്ങൾക്കും അഭിവൃദ്ധികൾ വന്നു ചേരും. അതായത് ചൊവ്വയായാലും ശുക്രനായാലും ബുധനും ആദിത്യനും ശനിയും ഒക്കെ ഇഷ്ടഭാവങ്ങളിൽ ഒക്കെ മാറി മാറി വരുന്നതനുസരിച്ച് ചില അഭിവൃദ്ധികൾ അപ്രതീക്ഷിതമായിട്ട് വന്നു ചേരും. അതൊക്കെ ഓരോ മാസവും വന്നു ചേരുന്നതനുസരിച്ച് മാസഫലത്തിൽ ഞാൻ ഉൾപ്പെടുത്താറുണ്ട്. വാരഫലത്തിലുമൊക്കെ വർഷഫലത്തിലും ഒക്കെ ഉൾപ്പെടുത്തുവാറുണ്ട്. ആരോഗ്യപരമായ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വർഷമാണ് വ്യാഴത്തിൻ്റെ സ്ഥിതി കൊണ്ട് കാണുന്നത്. ശ്രേയസ്സിനും യശസ്സിനും ഹാനി വരുന്നതായ കാര്യങ്ങളിലൊന്നും ഏർപ്പെടുവാൻ പാടില്ല. പ്രത്യേകിച്ച് എതിർലിംഗക്കാരുമൊക്കെ ആയിട്ട് ഇടപെടുന്നതും കരാർ ഉടമ്പടികളിൽ ഒപ്പുവയ്ക്കുന്നതും കടം വാങ്ങുന്നതും കൊടുക്കുന്നതും വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് വാക്ക് പറയുന്നതും ജാമ്യം നിൽക്കുന്നു. സുഹൃത്തുക്കളിൽ നിന്നും സഹോദരസ്ഥാനിയിൽ നിന്നുമൊക്കെ സഹായങ്ങളൊക്കെ ഉണ്ടാകും. അപ്രതീക്ഷിതമായ ചില ധനാഗമന യോഗങ്ങൾ ഉണ്ടാകും. കുടുംബപരമായ സമ്പത്ത് ലഭിക്കുവാനുള്ളത് കിട്ടുവാനും ഒക്കെ യോഗമുണ്ട്. അത് ജീവിത പങ്കാളിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ടുമൊക്കെ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുവാൻ യോഗമുണ്ട്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് നല്ല വിദ്യാഗുണം വന്നു ചേരും. പരീക്ഷകളൊക്കെ പാസ്സാകുന്നതിനും സ്വന്തം നാട് വിട്ടു പോയി പഠിക്കുക, പരീക്ഷകൾ എഴുതുക, അത് പാസ്സാകുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടിയ ജോലി ലഭിക്കുന്നതിനൊക്കെ യോഗമുണ്ട്. അതുപോലെ തന്നെ കൃഷി കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നല്ല വിജയങ്ങളൊക്കെ വന്നു ചേരും. കാർഷിക രംഗത്ത് ഏർപ്പെട്ടിരിക്കുന്നവർ, വാഹനവുമായി ബന്ധപ്പെട്ട ജോലികളൊക്കെ ചെയ്യുന്നവർ, അതുപോലെ പ്രധാനമാണ് IT മേഖലകളിൽ ജോലി ചെയ്യുന്നത്. ഇൻഫർമേഷൻ ടെക്നോളജി, സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട അനവധി യുവതി യുവാക്കളായാലും മധ്യവയസ്കരായാലും ഒക്കെ വിജയങ്ങൾ വന്നു ചെയ്യും. അത് മെഡിക്കൽ രംഗവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർ, പഠിക്കുന്നവർ ഒക്കെ അഭിവൃദ്ധികരമാണ്. ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളികളായാലും അത് വിജയങ്ങൾ വന്നു. തീരദേശവുമായി ബന്ധപ്പെട്ട് മത്സ്യബന്ധനവും വ്യാപാരവും വിപണനവും ഒക്കെ ചെയ്യുന്ന അനവധി ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഈ ചിങ്ങം രാശിക്കാർക്ക് വളരെ അനുകൂലമാണ്. മറ്റൊരു കാര്യം ഷെയർ മാർക്കറ്റിങ്, അതുപോലെ തന്നെ എക്സ്പോർട്ടിങ് ഇമ്പോർട്ടിങ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക, ചെറിയ രീതിയിലെങ്കിലും ചെയ്യുക, ഡീലർഷിപ്പ് ചെയ്യുക. അവരൊക്കെ ചില വ്യവസ്ഥകൾ ഞാൻ നേരത്തെ പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പണം കടം കൊടുക്കുകയും ഒക്കെ ചെയ്യാവുള്ളൂ. കരാർ ഉടമ്പടികളിലൊക്കെ ഒപ്പുവയ്ക്കുന്നതൊക്കെ അത് വേണ്ട രീതിയിൽ നിയമപരമായ കാര്യങ്ങൾ ആലോചിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാവൂ. അധ്യാപകരായാലും മറ്റ് ഗവൺമെൻറ് ജീവനക്കാർക്കും ഒക്കെ അനുകൂലമാണ്. വിവാഹ കാര്യങ്ങളിലും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വിവാഹക്കാര്യം. ദമ്പതികളായിട്ടുള്ളവർക്കും വളരെ ജാഗ്രത അങ്ങേയറ്റത്തെ ആവശ്യമുള്ള ഒരു സമയമാണ്. വ്യാഴം മാറിയൊക്കെ വന്നു, ഉച്ചനായിട്ട് നിൽക്കുന്നു. അപ്പോൾ കുറേയൊക്കെ ഒരു പരിധിവരെയൊക്കെ ദേഷ്യം നിയന്ത്രിക്കാനൊക്കെ സാധിക്കും. എന്നിരുന്നാലും മറ്റ് ശത്രുക്കളുടെ പ്രവർത്തനങ്ങളോ കൊള്ളുകലാത്ത ആൾക്കാരോ ചില കുൽസിത ബുദ്ധികൾ പ്രവർത്തിക്കുക മൂലം ദമ്പതികളായിട്ടുള്ളവർക്ക് പല വിധത്തിലുള്ള അലോസരതകൾ, മാനസിക ക്ലേശങ്ങളും ശാരീരിക ക്ലേശങ്ങളും
ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാകുവാൻ സൂചനയുള്ളതിനാൽ അങ്ങേയറ്റം ശ്രദ്ധയും ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ ദമ്പതികളായിട്ടുള്ളവർക്ക് വളരെ ആവശ്യമാണ്. പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കും ഒക്കെ വളരെ നല്ലതാണ്. വ്യാഴം ഉച്ചരാശിയിലാണല്ലോ സ്ഥിതി ചെയ്യുന്നത്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തുമാകട്ടെ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ, ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ, ജാതകം നോക്കുന്നതിനും തൊഴിൽ തടസ്സം നോക്കുന്നതിനോ വിവാഹ തടസ്സം നോക്കുന്നതിനോ സന്താന കാര്യങ്ങളായാലും മറ്റ് സാമ്പത്തികമായ കടബാധ്യതകൾ ഒക്കെ നോക്കുന്നതിന്, ജോലി കിട്ടുക ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ മെഡിക്കൽ ജ്യോതിഷം, ആരോഗ്യപരമായ കാര്യങ്ങൾ എങ്ങനെയാണ്, എന്തെങ്കിലും രോഗാവസ്ഥകളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് മാറുവാനുള്ള സൂചനയുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജാതകാൽ എത്ര ശതമാനം ഗുണകരമാണ്, അത് നോക്കുന്നതിന് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനുമൊക്കെ അവസരമുണ്ട്. എൻ്റെ ഫോൺ നമ്പർ താഴെ ചേർക്കുന്നു. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.